ഹലോ. അപ്പോൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇപ്പം മാങ്ങയുടെ സീസണല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മാങ്ങ വെച്ച് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പരീക്ഷിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പരീക്ഷിച്ച് സക്സസ് ആയ ഒന്നാണ് ഈ മാംഗോ ക്യാൻഡി. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ നല്ല പച്ച മാങ്ങ എടുത്തിട്ടുള്ളത്. ഏത് മാങ്ങ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. പക്ഷെ നല്ല പച്ച മാങ്ങ തന്നെ ആയിരിക്കണം എന്ന് മാത്രം. അപ്പോൾ അത് നല്ലപോലെ തൊലിയൊക്കെ കളഞ്ഞ് നല്ല ക്ലീൻ ആക്കി എടുക്കാം കേട്ടോ. പിന്നെ ഇത് എൻ്റെ റെസിപ്പി അല്ല, ഞാനൊരു തമിഴ് ചാനലിൽ കണ്ടതാട്ടോ. അപ്പോൾ അതിൽ കണ്ടിട്ട് ഞാൻ ഉണ്ടാക്കി നോക്കിയതാണ്. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടെ. നല്ലൊരു അടിപൊളി മുട്ടായി പോലത്തെ ഐറ്റമാണ് കേട്ടോ അത്. അപ്പം നല്ലപോലെ തൊലിയൊക്കെ കളഞ്ഞ് മാങ്ങ നമ്മളിത് ക്ലീനാക്കി എടുത്തിട്ട് നല്ല നീളത്തിൽ തന്നെ എല്ലാ മാങ്ങയും മുറിച്ചെടുക്കുക കേട്ടോ. നീളത്തിൽ പറയുമ്പോൾ അതാ ഈ ഒരു പരുവത്തിലെല്ലാം നീളത്തിൽ തന്നെ മുറിച്ചെടുക്കുക. ചതുരത്തിലൊന്നും വട്ടത്തിലൊന്നും അല്ല കേട്ടോ, ഈ നീളത്തിൽ തന്നെ നിങ്ങൾ മുറിച്ചെടുക്കാൻ ശ്രമിക്കുക. അതാകുമ്പോൾ ഉണങ്ങിയൊക്കെ വരുമ്പോൾ ആ ഒരു പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു കട്ടിയിൽ തന്നെ നിങ്ങൾ മുറിച്ചെടുക്കുക കേട്ടോ. അതാകുമ്പോൾ നമുക്ക് ഉണങ്ങി കിട്ടുമ്പോൾ നന്നായി ചുരുങ്ങി വരും. വളരെ തിന്നാക്കി മുറിച്ചിട്ടുണ്ടെങ്കിൽ ഉണങ്ങി വരുമ്പം അത് ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. അപ്പോൾ ഇതിങ്ങനെ മുറിച്ചെടുത്ത ശേഷം അടുപ്പത്ത് ഇത് മുങ്ങിക്കിടക്കാൻ പാകത്തിന് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വയ്ക്കുക അടുപ്പത്ത്. എന്നിട്ട് ആ വെള്ളം തിളച്ച് വരുന്ന സമയം നമ്മൾ അതിലേക്ക് ഇട്ടിട്ട് ഒരു 3 മിനിറ്റ് അടച്ച് വെച്ച് തിളപ്പിക്കുക കേട്ടോ. വെറും 3 മിനിറ്റ് മതി. അത് കഴിഞ്ഞാൽ നമുക്ക് ആ ഗ്യാസ് ഓഫാക്കാം. അപ്പോഴത്തേക്ക് നമ്മളെ മാങ്ങയുടെ ഈ കളറൊക്കെ ഒന്ന് മാറി ഒരു യെല്ലോ ഷെയ്ഡായിട്ട് വരും. ആ സമയത്ത് നമ്മളൊരു കത്തി എടുത്തിട്ടൊന്ന് കുത്തി നോക്കുന്ന സമയത്ത് ഇതൊന്ന് താഴ്ന്നു പോകും കേട്ടോ മാങ്ങ. അതാണ് ഇതിൻ്റെ പെർഫെക്റ്റ് പാകം. പക്ഷെ അത് നോക്കണമെന്നൊന്നുമില്ല. ഒരു 3 മിനിറ്റ് ഒന്ന് തിളപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഗ്യാസ് ഓഫാക്കാം. എന്നിട്ട് അങ്ങനെ ആ ചൂടോടെ തന്നെ ആ വെള്ളമെല്ലാം അരിച്ച് കളഞ്ഞിട്ട് നമുക്കിതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. വെള്ളമൊക്കെ നല്ലപോലെ ഊറ്റി കളഞ്ഞിട്ട് ചൂടോടെ തന്നെ നമുക്കിത് ആ ഒരു ബൗളിലേക്ക് മാറ്റാം കേട്ടോ. നല്ല ചൂടുണ്ട്. അതിന് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് പഞ്ചസാരയാണ്. നിങ്ങൾ മാങ്ങ എടുക്കുന്നതിൻ്റെ അളവനുസരിച്ച് പഞ്ചസാര കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ. ഞാൻ ഇത്ര മാങ്ങയിലേക്ക് 4 സ്പൂൺ പഞ്ചസാര കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് സ്പൂൺ വെച്ചൊന്നും ഇളക്കണ്ട, കൈ വെച്ച് ഇതുപോലെ ഒന്ന് തട്ടി കൊടുത്താൽ മതി. അതായത് നല്ലപോലെ മെൽറ്റ് ആയിക്കോളും. മാങ്ങ നല്ല ചൂടുള്ളത് കൊണ്ട് തന്നെ പഞ്ചസാര താനെ അതിൽ മെൽറ്റ് ആയിക്കോളും. ഇനി നമുക്കിത് 2 ദിവസം ഒന്ന് അടച്ച് വെക്കണം കേട്ടോ. 2 ദിവസം എന്തായാലും അടച്ച് വെക്കണം, അത് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. 2 ദിവസം അടച്ച് വെച്ച് കഴിഞ്ഞാൽ ആ മാങ്ങയിലുള്ളയും പഞ്ചസാരേൻ്റെയും വെള്ളം എല്ലാം നല്ലപോലെ ഒന്ന് ഊറി വരും. എന്നിട്ട് അതിന് ശേഷം നമ്മളിതാ ഈ വെള്ളമൊക്കെ മാറ്റിയിട്ട് ആ മാങ്ങ മാത്രം നമ്മൾ ഏത് പാത്രത്തിലാണോ ഉണക്കാൻ വെക്കുന്നത്, വെയിലത്ത് വെക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിന് വേണ്ടി ഏത് പാത്രമാണോ എടുക്കുന്നത് അതിലേക്ക് നമ്മൾ ഈ മാങ്ങ അതിന്ന് വെള്ളമില്ലാതെ മാറ്റിയെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മളിതൊന്ന് ഉണക്കാൻ വെക്കുക. ഇപ്പം നല്ല വെയിലായതുകൊണ്ട് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് ഇത് ഉണങ്ങി ഡ്രൈ ആയി കിട്ടും കേട്ടോ. അപ്പം ഞാനിതാ 2 ദിവസം വെക്കുന്നുണ്ട്. ഒരു ദിവസം വെച്ച് പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും നമ്മളെ മാങ്ങ ഈ ഒരു പരുവത്തിൽ ആയി വന്നിട്ടുണ്ട് കേട്ടോ. അതെന്താ ഒന്ന് ഡ്രൈ ആയി ഒന്ന് ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ദിവസം കൂടെ വെയിലത്ത് വെച്ചാൽ മതി. അപ്പം തന്നെ നല്ല പെർഫെക്റ്റ് ആയി കിട്ടും. അപ്പോൾ അതാ ഒരു ദിവസം കൂടെ വെച്ചപ്പോഴത്തേക്കും നമ്മളെ മാങ്ങ ഈ ഒരു ഷേപ്പിലായി വന്നിട്ടുണ്ട്. നല്ല ബ്രൗൺ കളറായിട്ട് നല്ല ഇപ്പം തൊട്ട് നോക്കുമ്പോൾ നല്ല സോഫ്റ്റും ആണ്, എന്നാൽ കുറച്ച് ഹാർഡും ആണ്. ഇനി അധികം വെക്കണ്ട കേട്ടോ. ഇനി അധികം വെച്ച് കഴിഞ്ഞിട്ട് ഇത് വല്ലാതെ ഹാർഡായി പോകും. അപ്പോൾ നമ്മൾ വിചാരിച്ച ആ ഒരു ടേസ്റ്റ് നമുക്കിത് കിട്ടില്ല. ഇനി ഫൈനലായിട്ട് ഒരു കുറച്ച് പഞ്ചസാര പൊടിച്ചതും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മൾ അടിപൊളിയായിട്ടുള്ള മാംഗോ ക്യാൻഡി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ട്രൈ നോക്കണം കേട്ടോ. അപ്പോൾ മാങ്ങയുടെ സീസണൊക്കെ അല്ലേ, അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഉണങ്ങി കിട്ടാൻ നല്ല ചൂടുമാണ്. അപ്പോൾ വെയിലത്ത് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഉണങ്ങിയും കിട്ടും. പിന്നെ ഇത് എത്ര വർഷം വേണമെങ്കിലും കേടുവരാതെ നമുക്ക് എടുത്ത് കഴിക്കാൻ പറ്റുന്ന ഐറ്റമാണ് കേട്ടോ. ഇപ്പം നമ്മൾ ഉണ്ടാക്കിയിട്ട് പിന്നെ നമുക്കിത് കഴിക്കണം തോന്നുമ്പോൾ എടുത്ത് കഴിക്കാൻ പറ്റുന്ന ഐറ്റമാണ്. കുട്ടികൾക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. അതുപോലെ തന്നെ നമ്മൾ പച്ചമാങ്ങയിലാണ് ഉണ്ടാക്കിയതെങ്കിൽ ഇപ്പോൾ ഇത് ആയി വരുന്ന സമയത്ത് നല്ലൊരു മധുരം, ഒരു ചെറിയ പുളിയൊക്കെ ചേർന്നിട്ട് അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ.